Hello everyone, നമസ്കാരം. സൗമ്യാസ് ആർട്ട് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ടോഫി സേമിയ പായസമാണ്. നമ്മളിതിൽ ടോഫി ചേർക്കുന്നില്ല, മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല, പാല് കുറുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് ഒരു ടോഫി സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം കേട്ടോ. സേമിയ 150 ഗ്രാം, പാല് 1 ലിറ്റർ, പാൽപ്പൊടി 4 to 5 ടേബിൾ സ്പൂൺ, പഞ്ചസാര അപ്രോക്സിമേറ്റ് ഒരു 20 ടീസ്പൂൺ വേണ്ടി വരും, കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് ഉണക്കമുന്തിരി അല്ലെങ്കിൽ കിസ്മിസ്, നെയ്യ് 3 to 4 ടീസ്പൂൺ. നമുക്കിപ്പോൾ ആകെ ഇത്ര സാധനങ്ങളെ വേണ്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിപ്പോൾ ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ പാൻ ഒന്ന് നല്ലോണം ഡ്രൈ ആവട്ടെ. എന്നിട്ട് ഇതിലേക്ക് നെയ്യ് ചേർത്തിട്ട് ആദ്യം നമുക്ക് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കിസ്മിസും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് ഓരോന്നോരോന്നായിട്ട് പോവാം. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ നെയ്യ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് ലേറ്റ് ആവുന്നത്. ഇതിലേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശൊരു ബ്രൗൺ കളർ ആവട്ടെ അത്. ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം, കിസ്മിസ്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ കുറച്ച് കർക്കിടകം സ്പെഷ്യൽ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണുക. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന റെസിപ്പീസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, സേമിയ ഇങ്ങനത്തെ സേമിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കണം. അപ്പോൾ സാധാരണ പായസത്തിൻ്റെ സേമിയ ഇതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. എപ്പോഴും ചെറിയ ചൂടിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും. നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയാൽ മതി. ഇതൊക്കെ നിൽക്കണ്ടോ, ഈ ഒരു കളർ ചേഞ്ച് ആവുന്നത് കണ്ടോ, ഇത് കണ്ടോ, ഒരു വൈറ്റ് കളർ ആവുന്നത് കണ്ടോ. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ ഒരു ട്രാൻസ്പെറൻറ്റ് മാറിയിട്ട് വൈറ്റിലേക്ക് മാറുന്നത്. അങ്ങനെയാണ് ആവേണ്ടത് കേട്ടോ. എല്ലായിടും ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചില ഭാഗം മാത്രമാവും, ചില ഭാഗം ആവില്ല. മതി, ഇത്രയും ഫ്രൈ ആയാൽ മതി. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ലേശം വെള്ളവും ചൂടാക്കിയെടുക്കാം. നമുക്ക് വെള്ളം ചൂടായില്ലേ, നമുക്കിനി ഈ വെള്ളത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ, ഈ വെള്ളത്തിന് നമുക്ക് ഇത് ഞാൻ 4 വലിയ ടേബിൾ സ്പൂൺ കുമിച്ച് പാൽപ്പൊടി എടുത്തിരിക്കുന്നതാണ്. ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനത് ഓക്കെ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമ്മൾ ഏകദേശം 1 സ്പൂൺ, ഇതാ എത്ര മതി, ഏകദേശം 1 സ്പൂൺ വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് കാരമലൈസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ടീസ്പൂൺ അളവിൽ എടുക്കണേ, 10, 11, 12. ഇത് ടീസ്പൂണിനെക്കാട്ടിലും ചെറിയ സ്പൂണിലാണ് ഞാനിപ്പോൾ ഈ 12 സ്പൂൺ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിനെ കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിൽ ടോഫി ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ ടോഫിയുടെ ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധാരണ ടോഫി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് കാരമലൈസ് ആയി വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടോ, കളർ ചേഞ്ചായി തുടങ്ങി. അപ്പോൾ ആ ഒരു സമയം കൂടെ നമ്മൾ ചെയ്തെടുക്കേണ്ട വേറൊരു കാര്യമുണ്ട്.
അതായത് പാൽപ്പൊടിയിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടില്ലേ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇത് കരിയാൻ പാടില്ല, വേണമെങ്കിൽ ഒന്ന് ചുരുക്കി വെച്ചോളൂ, കുഴപ്പമില്ല. നല്ലൊരു ബ്രൗൺ നിറമായിട്ട് വരട്ടെ. കളറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പാല് കുറുക്കുക, എന്നിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പാൽ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ടോഫി ആയിട്ട് വരണം. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നല്ല പിങ്ക്. ഇതൊക്കെ എല്ലാം ഒന്ന് നന്നായിട്ട് അലിയണം കേട്ടോ. ഇപ്പം തന്നെ ടോഫിയുടെ ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് അലിയിച്ചെടുക്കാം. അത് അലിഞ്ഞോളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ അത് അലിഞ്ഞോളൂ. ലോ ഫ്ലെയിമിലിട്ട് അലിയിച്ചെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് പോകും കേട്ടോ. ലേശം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാരമലൈസ് ഫ്ലേവർ തന്നോളും. ഇത്രയും ആയാൽ മതി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാകം തെറ്റും. ഓക്കെ, ഞാൻ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ശരിക്കും ടോഫിയുടെ മണമൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഡയറക്റ്റായിട്ട് പാലൊഴിച്ച് കൊടുക്കണം. ഞാൻ മിൽമയാണ് യൂസ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ 1 ലിറ്റർ പാലിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ടോഫിയിൽ ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഓർക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇപ്പോൾ 10 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഞാനിതിലേക്ക് ഏലക്കായ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ചോയ്സാണ്. ഇതിൽ എനിക്ക് കാരമലിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏലക്കായ ചേർക്കാത്തത്. കാരണം നമ്മൾ ഏലക്കായ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരമലിൻ്റെ ഫ്ലേവർ പോകും, അതായത് ടോഫി ഫ്ലേവർ പോകും. ഇത് കണ്ടാൽ തന്നെ തോന്നുന്നില്ലേ ടോഫി ഉരുക്കിയ പോലെ. സംഭവം നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. സത്യം പറഞ്ഞാൽ മധുരം അത്രയ്ക്ക് പോരാ. നമ്മൾ പക്ഷേ ആ ടോഫി ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനിതിലോട്ട് അസാധ്യ സാധനം കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാരമൽ ടോഫി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നിങ്ങളിത് ഉണ്ടാക്കി വയ്ക്കുമ്പോഴേക്കും കുട്ടികൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഞാൻ അമ്മയെ വെറുതെ ഒന്ന് കൊണ്ടുപോയിട്ട് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചതേ ഉള്ളൂ. എൻ്റെ 2-3 പ്രാവശ്യം ഇപ്പോൾ വാങ്ങിച്ചു കഴിച്ചു. ഈ സൈഡിൽ പിടിക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പാട കെട്ടും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, മധുരം ശരിക്കും മതിയോ എന്നൊന്ന് കൺഫേം ചെയ്യട്ടെ. അതുകൊണ്ട് എന്തായാലും കുറച്ചുകൂടെ ആയാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്കൊന്നൊരു 5 സ്പൂണും കൂടെ ഇടാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനതാണ് മധുരത്തിനൊരു എക്സാക്റ്റ് കണക്ക് പറയാത്ത. പക്ഷേ ഈ ഒരു സേമിയ പായസം, ഈ ടോഫി സേമിയ പായസം ഉണ്ടല്ലോ, അത് ഇത്തിരി മധുരമൊക്കെ വേണം. എന്നാലാണ് അതിൻ്റെ ഒരു എന്താ പറയുക കിക്ക് കിട്ടുള്ളൂ, ഒരു എഫക്റ്റ് കിട്ടുള്ളൂ കുടിച്ചതിൻ്റെ. ഇത് വെന്തോന്നൊന്ന് നോക്കട്ടെ കേട്ടോ. നല്ല ചൂടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വേവണം. അത്യാവശ്യം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളറും ലേശമൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ലൈറ്റ് ബ്രൗൺ ഷെയ്ഡുള്ളൊരു പായസമായിരിക്കും കേട്ടോ. അപാര ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും, ഞാൻ ഉറപ്പ് പറയുന്നു. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഈ ടോഫി മിക്സ്ചർ ഉണ്ടല്ലോ,
നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ. ഒന്ന് സിമ്മിലേക്ക് ആക്കി എന്നിട്ടൊന്ന് എല്ലാത്തിലേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എനിക്കറിയില്ല നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം നന്നായി കാണുന്നുണ്ട് എന്നുള്ളത്. ഞാനൊന്ന് സൂം ചെയ്യാൻ നോക്കട്ടെ. കാണുന്നുണ്ടോ? നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മതി. ഇങ്ങനപ്പോൾ ഓഫ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി. നമ്മളെപ്പോഴും പാലട പ്രഥമൻ്റെ പുറകെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. സേമിയ പായസം വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പാലട പായസം ഉണ്ടാക്കുന്ന അത്രയൊന്നും ബുദ്ധിമുട്ടേ ഇല്ല സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറയുന്നു, നിങ്ങൾ അടപ്രഥമനൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇതുപോലെ സേമിയ പായസം ഉണ്ടാക്കി കഴിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ടോഫി സേമിയ പായസം നിങ്ങൾക്കായി സ്നേഹപൂർവ്വം ഞാൻ സെർവ് ചെയ്യുന്നു.